friends, assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രളയന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രളയം റെഡിയാക്കി എടുക്കാം നോക്കാം. നമുക്ക് ഈ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിലും കേക്കിലും പേസ്ട്രിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് ആ കടിക്കാൻ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് അപ്പോൾ നമ്മുടെ പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇനി വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ പാനിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി വന്നോളും. നമ്മളതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, തീ നല്ല സ്ലോയിലാക്കി വെക്കുക. ഇനി ഇത് തനിയെ തന്നെ ഇത് മെൽട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിവശമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മെൽട്ടായി വന്നോളും. അപ്പോൾ ഇതായത് ഇങ്ങനെ തനിയെ തന്നെ അങ്ങനെ ആയി വന്നോളും, നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിന് കളറൊക്കെ ഏകദേശമൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് തന്നെ മെൽട്ടാക്കി എടുക്കുക, തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പം തീ നല്ല സ്ലോയിലാക്കി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസമായിരിക്കും ഇതിന്. അപ്പം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക, ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക്. ഇപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബട്ടറാണ്. ഞാൻ ഈ ഹോം മെയ്ഡ് ബട്ടർ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബട്ടർ. ഇപ്പോൾ നമ്മുടെ ബട്ടറും ഈ കാരമലായ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ടാണ് അതിൽ 2 പിഞ്ച് ഉപ്പ് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള നട്ട്സ് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോ നട്ട്സ് ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമോ ചേർക്കുന്നത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രളയൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കോലിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടൊന്ന് പരത്തിയിട്ടിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അത് നല്ല സെറ്റായിട്ട് വരും. ഇപ്പം നമ്മുടെ പ്രളയം ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതൊന്ന് അടിഭാഗത്തു കൂടി ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പ്രളയം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് മുറിച്ചിടാം. ഇനി കുറച്ചൊന്ന് തരിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു ഉരുളിയിലിട്ടിട്ട് ഒന്ന് കുത്തി എടുത്തിട്ടാൽ മതി. അപ്പോൾ നല്ല ചെറിയ തരികളായിട്ട് കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്